ഇത് മാസം മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ഡിയോ വണ്ടി ജനറൽ സർവീസായിട്ടാണ് കയറ്റിയാണ്. സർവീസിന് കംപ്ലൈൻ്റ് ആയിട്ട് പറഞ്ഞേക്കുന്നത് ഫ്രണ്ട് വെട്ടലിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കിയിരുന്നു. അത്യാവശ്യം ഫ്രണ്ട് ഭാഗത്ത് നല്ല വെട്ടൽ കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ക്ലച്ചിൻ്റെ ഭാഗത്ത് ചെറിയ സൗണ്ട് വേരിയേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സർവീസുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കയറ്റിയിട്ടുണ്ട് കേട്ടോ. ജനറൽ സർവീസായിട്ടാണ്. അപ്പോൾ ജനറൽ സർവീസ് സംബന്ധമായിട്ടുള്ള ഒരു ചെക്കപ്പാണ്. അതിനകത്ത് 1-2 പാർട്സുകളൊക്കെ ഡാമേജ് ഉണ്ട്. കുറച്ച് പാർട്സുകൾ ഡാമേജുള്ള പാർട്സുകളുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ ജസ്റ്റ് എൻ്റെ കൂട്ടത്തിലൊന്ന് പറഞ്ഞു പോകാം. നിലവിൽ ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ കമ്പനി ലൈനർ കിടക്കണം, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനറാണ്. പക്ഷെ അത് പരമാവധി അഡ്ജസ്റ്റിങ്, അതായത് മാക്സിമം ഇവിടെ ക്യാം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ മാക്സിമത്തിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ മാറ്റിയിടേണ്ട ഒരു സിറ്റുവേഷൻ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ ക്ലീൻ ചെയ്യാനും ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചതാണ്. നിലവിൽ ഇത് നമുക്ക് കിടക്കുന്നത് കമ്പനി ഫിൽറ്ററല്ല, ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഫിൽറ്ററാണ്. പക്ഷേ വലിയ പഴക്കമായിട്ടില്ല. നമുക്കത് പേപ്പർ ടൈപ്പ് ഫിൽറ്റർ ആയതുകൊണ്ട് തന്നെ എയർ അടിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. ഈ വരുന്നത് പേപ്പർ ഫിൽറ്ററാണ്. നമുക്ക് കമ്പനി വരുന്നത് വിസ്കസ് ടൈപ്പ് പേപ്പർ ഫിൽറ്ററാണ്. അപ്പോൾ തൽക്കാലം ഇപ്പോൾ മാറ്റണമെന്നില്ല, എയർ അടിച്ച് ക്ലീൻ ആക്കുക. നെക്സ്റ്റ് സർവീസിൽ നോക്കിയിട്ട് അവസ്ഥ തീരെ മോശമായിട്ടുണ്ടെങ്കിൽ അടുത്ത സർവീസിൽ മാറ്റിയാലും മതി. കമ്പനി ജെന്യുവൻ പാർട്സ് യൂസ് ചെയ്യുക. എന്തെങ്കിലും മേടിച്ചിട്ട സ്ഥിതിക്ക് സ്വാഭാവികമായിട്ട് നമുക്കത് ഉപയോഗിച്ച് തീർക്കാം. പിന്നെ നമ്മൾ ക്ലച്ചിൻ്റെ ഭാഗത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് വണ്ടി ഓടിക്കുമ്പോൾ തന്നെ നമുക്ക് സൗണ്ട് വേരിയേഷൻ ഫീൽ ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ ക്ലച്ച് ഭാഗം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി കയറ്റിയിട്ടുണ്ട്. തന്നെയല്ല സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ക്ലച്ച് ചെക്കിങ് നടത്തും. അതേപോലെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ, ക്ലച്ച് ഗ്രീസിങ്, ഇതൊക്കെ കമ്പൽസറി ആയിട്ട് നമുക്ക് ഓരോ സർവീസിൻ്റെ അകത്ത് വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടും കൂടിയാണ് നമ്മളത് ചെക്ക് ചെയ്യണത്. അപ്പോൾ നമ്മൾ കയറ്റി നോക്കുന്ന സമയത്ത് ഇതൊരു വേരിയേറ്റർ ബോഡിയാണ്. വേരിയേറ്റർ ബോഡി എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ ഈ പീസ് സ്ലൈഡ്, ഇതിൻ്റെ ഉള്ളിൽ തന്നെ പീസ് സ്ലൈഡ് എന്ന് പറയുന്ന യൂണിറ്റ് പ്ലാസ്റ്റിക് ടൈപ്പാണ്. അത് പൊട്ടിപ്പോയിട്ട് അത് 1-2 സ്ഥലത്ത് പൊട്ടൽ വീണിട്ടുണ്ട്. ഇവിടെ നോക്കുമ്പോൾ ഈ സൈഡ് കാണാം ഹോളായിട്ട് പൊട്ടിയുടെ അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പം മെറ്റൽ ആ പ്ലേറ്റ് വന്നിട്ട് ഇത് മടിച്ചത് ഈ കവറിൻ്റെ ഭാഗത്ത് ഇവിടെ ഓടി പൊട്ടി പോവാറായ ഒരു കണ്ടീഷനിൽ നിൽക്കുക. ഇതുണ്ട്, അതങ്ങനെ 3 കാലുമേ വന്നിട്ടുണ്ട്. എപ്പോൾ വേണമെങ്കിലും പൊട്ടി പോകാവുന്നൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുക. ഇവിടെ നോക്കുമ്പോൾ അറിയാം ഇത്രയും തേമാനം വന്നു പോകണം. ഈ തിക്നെസ് തന്നെയാണ് താഴേക്കുള്ളത്. അവിടെ വന്ന് നമ്മൾ ടച്ച് ചെയ്ത് ഈ ഒരു അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ഈ വേരിയേറ്റർ ബോഡി കംപ്ലൈൻ്റ് ആണ്. കൂട്ടത്തിക്കടെ ഈ പീസ് ലൈഡ് മാറ്റിയിട്ട് കഴിയുമ്പോഴത്തേക്കാണ് നമുക്ക് ക്ലിയർ ആവുള്ളൂ. റോളർ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു തേമാനമുണ്ട്, പക്ഷേ അത് നമുക്ക് തൽക്കാലം ഒന്നും ചെയ്യേണ്ട. അതേപോലെ ബോസ് ഡ്രൈവറും വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. പിന്നെ അതേപോലെ നമ്മളതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം ബാക്കിലത്തെ പുള്ളി വീല് നമ്മൾ അഴിക്കുന്നുണ്ട്. തുരുമ്പിൻ്റെ പ്രസൻസ് ഉണ്ട്. നമ്മളത് ഫുള്ളായിട്ട് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ ഈ ഡാമ്പർ റബ്ബറുകൾക്ക് ചതഞ്ഞ ഓരോ അവസ്ഥയിലേക്ക് ആയിട്ടില്ല. അപ്പോൾ അത് നമ്മൾ മാറ്റി പുതിയത് സെറ്റ് ചെയ്യണം. ഈ പിന്നുകൾക്കും പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതൊന്നും മാറ്റിയിട്ടാൽ മതി. എല്ലാം കൂടി എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 100-120 ആ റേഞ്ചാണ് നമുക്ക് വരുള്ളൂ മൊത്തത്തിൽ. അതായത് 3 പിന്നും റോളറും കൂടിയിട്ട് ഏകദേശം ഒരു 66 രൂപ ആ റേഞ്ചാണ് വരുള്ളൂ. മറ്റേ ഈ റബ്ബറിനെ ഒരെണ്ണത്തിന് 40 രൂപ റേഞ്ച് അങ്ങോട്ടാണ്, 48 രൂപ അടുത്ത് അങ്ങോട്ട് വരും ഈ സെറ്റ് വരും. അതായത് 3 എണ്ണത്തിൻ്റെ വരും കേട്ടോ. പിന്നെ ഈ ഷൂവിൻ്റെ ഈ പിന്നിനൊക്കെ ചെറിയ ടൈറ്റ് കാണിച്ചാൽ നമ്മൾ അതും കൂടി അഴിച്ച് ക്ലീൻ ചെയ്ത് അത് സ്മൂത്ത് ആക്കണ്ട. കാരണം വെച്ചാൽ നമ്മുടെ ആക്സിഡൻറ്റ് കൊടുക്കുമ്പോൾ ആ ഷൂ പെട്ടെന്ന് ഇങ്ങോട്ട് വിടർന്ന് വരണം. അതാണ് ശരിക്കും എൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ടൈറ്റ് വരുമ്പോഴത്തേക്കും കറക്റ്റ് ആ ഒരു വികാസം കിട്ടാത്ത കണ്ടീഷൻ വരും. വണ്ടിയുടെ പെർഫോമൻസിനെ അത് ബാധിക്കും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ആ ഭാഗം ക്ലിയർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ക്ലച്ച് നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നത് ഈ വീലും ഈ വേരിയേറ്റർ ബോഡി പീസ് സ്ലൈഡ് കംപ്ലൈൻ്റ് ഉണ്ട്. പിന്നെ അതിൻ്റെ പിന്നുകളും ആ റബ്ബറുമാണ് നമ്മൾ മാറ്റിയിടുന്നത് കേട്ടോ. പിന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ബെൽറ്റ് എപ്പോൾ വേണമെങ്കിലും പൊട്ടിപ്പോകാവുന്നൊരു സിറ്റുവേഷനോടെ ഓടിക്കൊണ്ടിരിക്കുക. ഇവിടെ നോക്കുമ്പോൾ അറിയാം ഇതിൻ്റെ ലെഗ് എല്ലാം പൊട്ടിയിരിക്കുകയാണ്. അപ്പോൾ കൂട്ടത്തിക്കൂടെ മാറ്റി പോകണമാണ് നല്ലത്. ഇപ്പോൾ എന്തായാലും ഈ 1-2 സ്ഥലങ്ങളിൽ എന്തായാലും നമുക്ക് അടുത്ത സർവീസിൽ എന്തെങ്കിലും കിടക്കില്ല. തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ പൊട്ടി വഴിയിൽ പെട്ടുപോകുന്ന സിറ്റുവേഷനിൽ വരും. ആ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ അതേപോലെ നമുക്കതിൻ്റെ ക്ലച്ചിൻ്റെ വീലും കൂടി ആ കിക്കർ വീലൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ നമ്മൾ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ചോക്കിൻ്റെ കേബിളൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ ചോക്ക് കേബിൾ ഇവിടെ പൊട്ടിയിരിക്കുന്നുണ്ട് ഈ ഭാഗം കേട്ടോ. അപ്പോൾ ആ കേബിളൊന്നും മാറ്റിയിടാം. ആക്സിലേറ്റർ കേബിൾ വലിയ പഴക്കമായിട്ടില്ല, പുതിയ കേബിളാണ് കിടക്കണേ. ടൈറ്റൊന്നും നിലവിൽ ഇപ്പോൾ പ്രശ്നമില്ല കേട്ടോ. പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുന്നത് ഫ്രണ്ട് വെട്ടലാണെങ്കിൽ 2 കാരണങ്ങളാണ്. ഒന്ന് മെയിനായിട്ട് അതിൻ്റെ ടയർ ഫുള്ള് തീർന്നേക്കാണ്. റോഡ് ഗ്രിപ്പ് ഇല്ല, ഒട്ടുമില്ല. സെൻട്രൽ പോർഷനിലുള്ള ലൈനൊക്കെ തീർന്നു. അപ്പോൾ ടയർ മാറ്റിയിട്ടാൽ തന്നെയാണ് വെട്ടല മാറുള്ളൂ. അതുകൂടാതെ കൊണ്ട് നമുക്ക് അതിൻ്റെ കുഷൻ അസംബ്ലി, ഈ ഫ്രണ്ടിൽ വന്ന ഈ കുഷൻ ഉണ്ടല്ലോ, അതിൻ്റെ ഈ ബുഷുകൾ കംപ്ലൈൻറ്റ് വന്നിട്ട് അതിൻ്റെ ഒരു പ്ലേയും കാണിക്കുന്നുണ്ട്. അപ്പോൾ ലിങ്ക് ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് ലിങ്ക് സൈഡ് ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ബുഷുകൾ മാറ്റി റീസെറ്റ് ചെയ്യാവുന്നുള്ളൂ. പിന്നെ ഹാൻഡിലിൻ്റെ ബെയറിങ് കോൺസെപ്റ്റ് ചെറിയൊരു ലൂസ് ഉണ്ടായിരുന്നു. അത് നമ്മൾ തൽക്കാലം ടൈറ്റ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. അത് അഡ്ജസ്റ്റബിൾ ടൈപ്പ് ബെയറിംഗ് ആണ്. അതായത് ഹാൻഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ വേണ്ടിയിട്ട് ചേസുമായി ബന്ധപ്പെട്ട് വരുന്ന ഇതാണ് ബോൾ റൈസർ എന്ന് പറയും. അതേപോലെ കോൺസെപ്റ്റ് എന്ന് പറയുന്ന ആ
യൂണിറ്റ് കംപ്ലൈൻറ്റ് ഉണ്ട് നിലവിൽ. തൽക്കാലം നമ്മളത് ടൈറ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ടിലത്തെ ബ്രേക്കിൻ്റെ കേബിളുകൾ ഔട്ടർ വലിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ബ്രേക്ക് കംഫർട്ട് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കേബിൾ മാറ്റിയിട്ട് അത് തന്നെയാണ് കറക്റ്റ് ആവുള്ളൂ. അതേപോലെ തന്നെ സ്പീഡോമീറ്ററിൻ്റെ കേബിളൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം നമുക്ക്. പിന്നെ അതേപോലെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ സ്പാർക്ക് പ്ലഗ് ക്ലീൻ ചെയ്ത് തരുന്നുണ്ട്. പ്ലഗ് എയർഫിൽറ്റർ കൂടി ഒപ്പമാണ് മാറ്റേണ്ടത്. അത് തൽക്കാലം ക്ലീൻ ചെയ്ത് ഇടാം. സെക്കൻഡ് റിഫിൽറ്റർ യൂണിറ്റ് ആയാലും നിലവിൽ കംപ്ലൈൻറ്റ് ഇല്ല. പിന്നെ അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം ശ്രദ്ധിക്കേണ്ടത്, എൻജിനിലെ ഓയിലിൻ്റെ ലെവൽ വളരെ കുറവാണ്. ഇത് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. കറക്റ്റായിട്ട് നമ്മൾ നോക്കി മനസ്സിലാക്കണം കേട്ടോ. കാരണം അതിൻ്റെ കംപ്ലയിൻസിൻ്റെ മേജറായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകാൻ കാരണമാകുന്ന ഒരു കംപ്ലയിൻ്റ് ആണിത്. ശ്രദ്ധിക്കേണ്ട ഒരു കേസ് എന്ന് വെച്ചാൽ, എൻജിൻ ഓയിൽ നമ്മൾ സാധാരണ രീതിയിൽ ഓരോ 3000 കിലോമീറ്റർ കൂടുമ്പോഴാണ് നമുക്ക് ഓയിൽ ചേഞ്ച് വരാം. ഇപ്പോൾ നിലവിൽ വണ്ടിയുടെ എൻജിനകത്ത് വരുന്ന അളവ് ഓയിൽ വളരെ കുറവായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമ്മളെന്ന് വെച്ചാൽ ഇപ്പോൾ നിലവിൽ സർവീസിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഓയിൽ മാറ്റി വിടുന്നുണ്ട്. പക്ഷേ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യത്തെ ഒരു മാസം അല്ലെങ്കിൽ 1000 കിലോമീറ്റർ അത് കൃത്യമായിട്ട് ഓർമ്മയിൽ വെച്ചോണം. ആദ്യത്തെ ഒരു മാസം അല്ലെങ്കിൽ 1000 കിലോമീറ്റർ കഴിയുമ്പോൾ കയറ്റിയിട്ട് അതിൻ്റെ എൻജിൻ ഓയിൽ കൃത്യമായിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. ഈ സ്റ്റിക്കിന് താഴേക്ക് ഒരുപാട് കുറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മളത് എന്താണ് ആ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിഹരിച്ച് വിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ചെറിയൊരു കംപ്ലയിൻറ്റ് എൻജിൻ്റെ മേജറായിട്ടുള്ള കംപ്ലയിൻറ്റിലേക്ക് വരും. അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് കൃത്യമായിട്ട് നമ്മളൊരു മാസം കഴിയുമ്പോൾ കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യാം. അത് ചെറിയൊരു വ്യത്യാസം വന്നുള്ളൂന്നുണ്ടെങ്കിൽ നമുക്കത് ടോപ്പപ്പ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യാമെന്നുള്ളൂ. കുറവുള്ളത് ലെവലൊഴിച്ച് മെയിൻറ്റെയിൻ ചെയ്യാം. ഇനി അഥവാ കൂടുതലായിട്ട് വരിക, പുകയുടെ പ്രസൻസ് കൂടുതലായിട്ടോ കാണുകയോ ചെയ്താൽ നമ്മളെന്താണോ ആ പ്രോബ്ലം വന്നേക്കുന്നത് ആ പ്രോബ്ലം അഴിച്ച് നോക്കി അത് പരിഹരിച്ച് വിടേണ്ട അത്യാവശ്യമാണ് കേട്ടോ. കാരണം അത് എൻജിൻ്റെ ലൈഫിനെ ഡയറക്റ്റ് ബാധിക്കുന്നതാണ്. അപ്പോൾ അത്രയും ഗൗരവത്തിൽ നമ്മളത് എടുക്കും. അപ്പോൾ തൽക്കാലം നമ്മൾ ബാക്കിയത്തെ ഈ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ ഉൾപ്പെടുത്തി, അതായത് പാർട്സുകൾ ഡാമേജുള്ള പാർട്സുകളൊക്കെ ഉൾപ്പെടുത്തി ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. പിന്നെ അതേപോലെ തന്നെ ബാറ്ററിയുടെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. നമുക്ക് ഇതിൽ ഇരിക്കുന്ന ബാറ്ററി ആമറോണിൻ്റെ ബാറ്ററിയാണ്. 2022 മോഡൽ ബാറ്ററിയാണ്. വോൾട്ട് നോക്കുമ്പോൾ 12.77 റേഞ്ചിലാണ് അതിൻ്റെ വോൾട്ട് കാണിക്കാം. ബാറ്ററി നമ്മൾ ടെസ്റ്റ് മോഡിലേക്ക് കൊടുത്തിട്ടുണ്ട്. ടെസ്റ്റ് മോഡിലേക്ക് കൊടുക്കുമ്പോൾ ഇവിടെ കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിച്ചതാണ് കേട്ടോ. സെൽഫ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഈ സെൽഫിൻ്റെ കംപ്ലൈൻറ്റ് കാണിക്കാം. ചിലപ്പോൾ നാളെ ആവാം, ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞാവാം, അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞാവാം. അത് നമ്മളുടെ ഇത് ലെക്ക് പോലെ ഇരിക്കും. എന്തായാലും കംപ്ലൈൻറ്റ് ഓൾറെഡി മീറ്ററിനകത്ത് ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ പെട്ടെന്ന് വന്നൊന്നുമില്ല, ചിലപ്പോൾ കുറച്ച് കാലാവധി കിട്ടിയേക്കാം. അപ്പോൾ ബാറ്ററി ഡേസ് തൽക്കാലം അവിടെ നിൽക്കട്ടെ. നമുക്ക് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ കംപ്ലൈൻറ്റ് കാണിക്കുന്ന സമയത്ത് ചെയ്താൽ മതി. അപ്പോൾ നിലവിൽ ഫ്രണ്ടിലത്തെ ടയറിൻ്റെ കേസുണ്ട്. അതേപോലെ ഫ്രണ്ടിലെ ബുഷുകൾ, ഈ ബ്രേക്കിൻ്റെ കേബിള്, ചോക്കിൻ്റെ കേബിള്, അതേപോലെ ക്ലച്ചിൽ വരുന്ന ഈ വേരിയേറ്റർ ബോഡി, പീസ്ലൈഡ്, ഈ ക്ലച്ചുമായി ബന്ധപ്പെട്ട് വരുന്ന ബുഷുകൾ ഐറ്റംസ്, പിന്ന്, റോളർ ഐറ്റംസ്, ബാക്കിൽ ബ്രേക്ക് ലൈനർ, എൻജിൻ ഓയിൽ, ഇത്ര ഭാഗം ഉൾപ്പെടുത്തി. അതേപോലെ തന്നെ ബെൽറ്റിൻ്റെ കേസ് കിട്ടും. ഇത്രയും ഭാഗം ഉൾപ്പെടുത്തി നമുക്ക് അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ അതിൻ്റെ ഈ ബോഡി പാനലുകളൊക്കെ അവിടെയൊക്കെ പൊട്ടിയിരിക്കുന്നുണ്ട്. ഈ സൈഡൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട്. ഫ്രണ്ട് ഭാഗത്തും ഫ്രണ്ട് മൺകാടിൻ്റെ ഇവിടെ ഈ സൈഡൊക്കെ പൊട്ടിയിരിക്കുന്നുണ്ട്. ടൈയൊക്കെ ഇട്ടാണ് പിടിപ്പിച്ചങ്ങനെ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്ത് ഓടിക്കിട്ടിരിക്കണം. ഓക്കെ, ഇത്രയും എല്ലാം തന്നെ നമുക്ക് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട വർക്കുകൾ തന്നെയാണ്. അപ്പോൾ നോക്കിയിട്ട് വീഡിയോ കണ്ടതിന് ശേഷം എസ്റ്റിമേറ്റ് കൂടി ഒന്ന് നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇടാം. ആ റിപ്ലൈ കിട്ടിയിട്ട് വേണം നമുക്ക് അതനുസരിച്ച് വർക്ക് ചെയ്യാനായിട്ട്.